ഭ്രാന്തൻ കാശി അവൻ്റെ ഡോക്ടർ പെണ്ണ പാർട്ട് 23. റൈറ്റർ കാർത്തു, എഡിറ്റിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ കാർത്തു. ചേച്ചിയുടെ പകയും അതിലൂടെയുള്ള സംസാരവും കേട്ടിട്ട് ഇങ്ങനെ ചാടിത്തുള്ളിയിട്ട് ഏട്ടൻ എന്തു നേടി? വെള്ളിയാർ നിലത്തെ സദാശിവനും കാരണവരായ ശിവശങ്കരനും മരിച്ച് മണ്ണായി. എന്നിട്ടും തീരാത്ത ചേച്ചിയുടെ പക. അതിൽ ചേച്ചിക്ക് നല്ലത് ചൊല്ലിക്കൊടുക്കാതെ അവരുടെ താളത്തിന് തുള്ളിയിട്ട് ഇത്രയും കാലം ഏട്ടനും അച്ഛനും എന്തു നേടി? കാർത്തി, നീ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്ക്. നിന്റെ ഭാര്യ വീട്ടുകാരോടുള്ള നിന്റെ സ്നേഹം അതെനിക്ക് മനസ്സിലാകും. പക്ഷേ എനിക്കങ്ങനെ ഒരു ബന്ധം ആ വീട്ടുകാരോടില്ല. ദുർഗമോൾ ഡോക്ടറാണ്. ഏട്ടൻ അത് മറന്നുപോയി. അവളുടെ കടമയാണ് അവളുടെ മുന്നിലെത്തുന്ന രോഗികളെ ചികിത്സിക്കുക എന്നത്. അവർ കല്യാണം ആലോചിച്ച് വന്നെന്നു കരുതി അവൾ എന്തു പിഴച്ചു? ഒരു മനുഷ്യജീവിയാണെന്ന് പോലും ഓർക്കാതെ ഏട്ടൻ എന്തൊക്കെയാണ് ഇന്നലെ കാണിച്ചു കൂട്ടിയത്? അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും ഏട്ടൻ ചിന്തിച്ചോ? പിടിച്ചു തള്ളിയപ്പോൾ അതിനെ നെറ്റിപ്പൊട്ടി ചോര ഒഴുകിയിരുന്നു. ഇത്രയും പക സ്വന്തം കുഞ്ഞിനോട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഏട്ടാ. കാർത്തിയുടെ അവസാന വാക്കുകളിൽ അയാളുടെ മനസ്സൊന്ന് പിടഞ്ഞു. എന്നാലും അയാളുടെ ഭ്രാന്തൻ മനസ്സിന് തോറ്റുകൊടുക്കാൻ തോന്നുന്നില്ല. അവൾ മരിച്ചു കാർത്തി, എൻ്റെ മനസ്സിൽ അവൾ മരിച്ചു കഴിഞ്ഞു. കാർത്തിക കൃഷ്ണൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. ഇപ്പോൾ അയാളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവന് തോന്നി. നിലത്ത് കിടക്കുന്ന ദുർഗയുടെ ഡോക്യുമെൻ്റ് എല്ലാം അടങ്ങിയ വലിയ ഫയൽ കയ്യിലുമെടുത്ത് പുറത്തേക്ക് പോയി. കൃഷ്ണൻ തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു പോയി. കാശി ദുർഗ ഉണരുന്നതും നോക്കി ബെഡിനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവളുടെ നെറ്റിയിലെ മുറിവും തടിച്ചു വീങ്ങിയ ചുണ്ടുകളും കാണുകെ ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു. അല്പനേരം കൂടി അവൻ്റെ ഇരുന്ന് അവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലിരുന്ന സുനന്ദയുടെ അടുത്തേക്ക് ദേവൻ വന്നു. ഏട്ടത്തി, എന്തിനാണ് ആ പെണ്ണിനെയും കൊണ്ട് ഇവിടേക്ക് വന്നത്? ഏട്ടൻ മരിച്ച് തലക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഈ ചെയ്യുന്നത് ശരിയാണോ? ഏട്ടനും അച്ഛനും ഏറ്റവും വെറുക്കുന്ന കുടുംബമാണ് വടക്കേടത്തേത്. അവിടുത്തെ സന്തതിയെയും ഇവിടേക്ക് കൊണ്ടുവരേണ്ട എന്ത് ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്? ദേവൻ ഗൗരവത്തിൽ തന്നെ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് കാശി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചെറിയച്ഛനൊന്നും അറിഞ്ഞില്ലേ അമ്മേ? വീട്ടിലെ ഇപ്പോഴത്തെ കാരണവരല്ലേ? ഇദ്ദേഹത്തിൻ്റെ അറിയിക്കാതെ വല്ലതും ഇവിടെ നടക്കാൻ പാടുണ്ടോ? അല്ലേ ചെറിയച്ഛ? അവൻ പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് സുനന്ദക്കടുത്തായി വന്നിരുന്നു. എന്താ കാശി, നിനക്കൊരു പുച്ഛം പോലെ? ഇപ്പോഴത്തെ ഈ തറവാട്ടിലെ കാരണവർ സ്ഥാനം എനിക്കു തന്നെയാണ്. ഓ, അത് ചെറിയച്ഛൻ്റെ വ്യാമോഹം എന്നേ ഞാൻ പറയൂ. കാരണം അവൻ കാലിന്മേൽ കാലും കയറ്റി വെച്ച് കൈ രണ്ടും നിവർത്തി കുഷ്യനിലേക്ക് ചാരിയിരുന്നു. ഈ വീടും കാണുന്നതെല്ലാം ഈ കാശിനാഥിൻ്റെയാണ്. വെള്ളിയാർ നിലത്തെ വലിയ മകൻ സദാശിവൻ്റെ ഏക മകൻ്റേത്. അതുകൊണ്ട് ഇനിയുള്ള തീരുമാനമെല്ലാം ഈ കാശിനാഥിൻ്റേതാണ്. പിന്നെ വടക്കേടത്തുള്ളവർ ഇന്നു മുതൽ വെള്ളിയാർ നിലത്തുകാരുടെ ശത്രുവല്ല. അവർ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കാശിനാഥ് അത് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ആ ഗസ്റ്റ് റൂമിലിരിക്കുന്നവൾ ശത്രുവല്ല, ഈ കാശിനാഥിൻ്റെ ഭാവി പത്നിയാണ്. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന്. കാശിയുടെ അവസാനം പറഞ്ഞ വാക്കുകൾ മഹാദേവന് കുടം കൊണ്ട് തലക്ക് അടി കിട്ടിയ പോലെയായി. അവൻ്റെ ഓരോ വാക്കിലെയും ഗൗരവവും കണ്ണിലെ തീക്ഷ്ണതയും മഹാദേവൻ്റെ നാവുകൾ ഉയർത്താൻ കഴിയാത്ത രീതിയിലുള്ളതായിരുന്നു. അയാൾ കൈമുഷ്ടി ചുരുട്ടി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റുപോയി. കാശി, മോൾ എഴുന്നേറ്റോ? ഇല്ല അമ്മ, നല്ല ഉറക്കത്തിലാണ്. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. കാശി അതും പറഞ്ഞ് വീണ്ടും അവൾ കിടക്കുന്ന റൂമിലേക്ക് നടന്നു. കാശി കയറി ചെല്ലുമ്പോൾ ദുർഗ ചമ്രം പതിഞ്ഞ് ബെഡിലിരിക്കുന്നുണ്ട്. അവനെ കണ്ടതും അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ആഹാ, എഴുന്നേറ്റോ ഏട്ടൻ്റെ മോള്? അവൻ പറഞ്ഞുകൊണ്ട് ടേബിളിൽ മൂടി വെച്ച ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെ നോക്കി വീണ്ടും മുഖം തിരിച്ചു കളഞ്ഞു. ഇന്നാ, നല്ല കുട്ടിയായി കുടിക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല കാശി. ഓഹോ, ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര തവണ കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ശുശ്രൂഷിക്കട്ടെ എൻ്റെ ഡോക്ടറെ. കാശി പതിവ് കള്ള ചിരിയോടെ പറയുകയാണ്. കാശിക്കെല്ലാം തമാശയാ. ഞാൻ പറഞ്ഞതല്ലേ വീട്ടിലേക്ക് വരല്ലേ എന്ന്. കാശിക്കൊന്നും നഷ്ടമായിട്ടില്ല. എനിക്കെൻ്റെ കുടുംബവും മുഴുവൻ ശത്രുവായില്ലേ? എനിക്ക് വേണ്ട ഒന്നും. ഞാൻ ഒന്നും കുടിക്കില്ല. അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്നു. ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ. നിന്നെ വേണ്ടാത്തവർ നിനക്കും വേണ്ട ദുർഗേ. കണ്ടില്ലേ നിന്റെ അവസ്ഥ? ഒരച്ഛൻ ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ? നിനക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ കാശിക്ക് അതിന് സാധിക്കില്ല. ഇന്ന് കാശിയുടെ ഓരോ തുടിപ്പിലും ഈ ഡോക്ടർ പെണ്ണാണ്. ഇനി ഒരിക്കൽ കൂടി നിന്റെ അച്ഛൻ്റെ കൈ നിന്റെ മേൽ ഉയർന്നാൽ ആ കൈ വെട്ടിയെടുക്കാനും ഞാൻ മടിക്കില്ല. കാശി, ജോത്സ്യൻ വിളിച്ചിരുന്നു. നാളെ 10-നും 12-നും ഇടയ്ക്ക് നല്ല മുഹൂർത്തമുണ്ടെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. സുനന്ദ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു. നാളെ തന്നെ ആക്കാം അമ്മ, അല്ലേ ദുർഗ?
കാശിയുടെ ചോദ്യം മനസ്സിലാവാതെ ദുർഗ ഒന്ന് നോക്കി. നമ്മുടെ വിവാഹം ദുർഗെ, അമ്മ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അധികം ആരുമില്ല. ഇവിടെ ഉള്ളവരെല്ലാം കൂടി കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ വെച്ചൊരു താലികെട്ട്, പിന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി സൈനും ചെയ്യാം. കാശി, എന്തൊക്കെയാണ് ഈ പറയുന്നത്? വിവാഹമോ? എൻ്റെ വിവാഹം എങ്ങനെ നടക്കും? കാശി, എനിക്ക് വീട്ടിൽ പോകണം. ദുർഗ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്നതും, മോളെ, അമ്മ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലോ. സുനന്ദയ്ക്ക് വല്ലാതെ ആയി അവളുടെ വാക്കുകൾ കേട്ട്. അമ്മേ, ഞാൻ സംസാരിക്കാം. അമ്മ അല്പനേരം പുറത്തേക്ക് നിൽക്കൂ. കാശി അമ്മയെ നോക്കി ദയനീയതയോടെ പറഞ്ഞു. സുനന്ദ ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. നോക്ക് കാശി, എൻ്റെ അച്ഛൻ എന്നോട് ദേഷ്യമൊന്നുമില്ല. തെറ്റു ചെയ്താൽ അച്ഛനമ്മമാർ ശിക്ഷിക്കില്ലേ? അത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ചു ചെന്നാൽ എൻ്റെ സ്വീകരിക്കും എൻ്റെ അച്ഛൻ. വിവാഹം നടക്കില്ല കാശി. ഒരു തവണ തന്നെ ഒളിച്ചോടി വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാണം കെടുത്തി ഞാൻ. ഇനിയും അത് തന്നെ ആവർത്തിക്കാൻ എനിക്ക് കഴിയില്ല. അതിന് നീ ഒളിച്ചോടി വന്നതല്ലല്ലോ ദുർഗെ. നിൻ്റെ അച്ഛൻ തന്നെ ആട്ടി ഇറക്കിയതല്ലേ ഞങ്ങളുടെ കൂടെ. വീണ്ടും ആ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെല്ലേണ്ട എന്താവശ്യമുണ്ട് മോളെ? കാശി അവളെ അനുനയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വേണ്ട കാശി, എനിക്ക് പോകണം. എൻ്റെ അച്ഛൻ്റെ സമ്മതമില്ലാതെ ഒരു വിവാഹവും എനിക്കില്ല കാശി. അപ്പോൾ എന്നോട് നിനക്കൊരു പ്രണയമില്ലേ? ഞാൻ എൻ്റെ മനസ്സ് എത്ര തവണ നിന്നോട് തുറന്നു കാണിച്ചതാണ്. എന്നിട്ടും എന്നോട് അല്പം പോലും സ്നേഹം തോന്നുന്നില്ലേ നിനക്ക്? കാശിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. അവളില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ കഴിയാതെ ആയിട്ടുണ്ടവന്. അതുകൊണ്ടാണ് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്തത്. അതെല്ലാം ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ദുർഗയുടെ മനസ്സ് മുഴുവൻ തൻ്റെ വീട്ടിലാണ്. അപ്പച്ചിയുടെ കുത്തുവാക്കുകൾ കൊണ്ട് അമ്മ വിഷമിക്കത്തിലാകും. കൂടെ അച്ഛൻ്റെ വാശിയും. അവൾക്ക് ആ നിമിഷം വീട്ടിലെത്താനാണ് തോന്നുന്നത്. അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് കാശിയെ നോക്കുക പോലും ചെയ്യാതെ റൂമിന് പുറത്തേക്ക് നടന്നു. മോളെ, ഞാനും കൂടെ വരാം. തനിച്ചു പോകേണ്ട. കാശി അവളുടെ കൂടെ പോകാൻ നിന്നതും, വരില്ലേ കാശി, എൻ്റെ കൂടെ വരല്ലേ. അച്ഛന് ദേഷ്യപ്പെടും. പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കാലു പിടിച്ചായാലും എൻ്റെ വീട്ടിലേക്കൊന്ന് കയറട്ടെ. എൻ്റെ കൂടെ വരല്ലേ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്കോടി. കാശി പതറിപ്പോയി അവളുടെ വാക്കുകൾ കേട്ട്. ദുർഗ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്കോടി. ബാക്കിൽ കാശിയും. ഗോവിന്ദേട്ടാ, കൂടെ പോകൂ. കാശി ഗോവിന്ദനെ നോക്കി വിളിച്ചു പറഞ്ഞു. ദുർഗ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഗോവിന്ദൻ കാറുമായി മുന്നിൽ എത്തിയിരുന്നു. അവൾ ആരെയും നോക്കാതെ ബാക്ക് ഡോർ തുറന്ന് അതിലേക്ക് കയറി. കാശിയുടെ കണ്ണിലൂടെ രാവിലെ നടന്ന കാര്യങ്ങൾ മിന്നിമാഞ്ഞു. അവളെ തനിച്ചു വിട്ടാൽ അവന് ഭയം തോന്നിപ്പോയി. പിറകെ തന്നെ തൻ്റെ കാറുമെടുത്തവൻ അവൾക്ക് പിറകെ വിട്ടു. വീട്ടിലേക്ക് കയറിയ ദുർഗ ആകെ ഞെട്ടിപ്പോയി. പൂജാരി എള്ളും അരിപ്പൊടിയും നെയ്യും ചേർത്ത് ഓരോ ഉരുളകളാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അയ്യോ, എന്താ ഇത്? ആരാ മരിച്ചേ? ദുർഗയുടെ നിലവിളിയോടെയുള്ള ചോദ്യം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു. നീ എന്തിനു വന്നു ദുർഗെ? നിന്നെ ഞാൻ ഇറക്കി വിട്ടതല്ലേ? കൃഷ്ണൻ അട്ടഹസിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അമ്മ. കൃഷ്ണൻ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദുർഗ അകത്തേക്ക് നോക്കി നിലവിളിക്കുകയാണ്. നിർമ്മലയ്ക്കും കാർത്തികും ആ രംഗം കണ്ടു നിൽക്കാനാകുന്നില്ല. എന്നാൽ കൗസല്യ പല്ലും കടിച്ച് ദേഷ്യത്തോടെ ശാപവാക്കുകൾ ഉച്ചരിച്ച് പറയുന്നുണ്ട്. മുത്തശ്ശൻ ഒരു സൈഡിലായിരിക്കുന്നു. അയാൾ അവിടെ നിന്ന് അനങ്ങിയതേയില്ല. മകളുടെ ശബ്ദം കേട്ടതും രേണുക അകത്തുനിന്ന് ഓടി വന്നു. അവർ ഭ്രാന്തിയെ പോലെ ആയിട്ടുണ്ട്. ആകെ അലങ്കോലമായ മുടിയിഴകൾ, വലിച്ചു വാരിയെടുത്ത സാരി. അമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ്, ദയവ് ചെയ്ത് അച്ഛനോട് പറയൂ. എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറയൂ. എനിക്ക് വേണം എൻ്റെ അച്ഛനെയും അമ്മയെയും. എൻ്റെ കുടുംബം എനിക്ക് വേണം. പ്ലീസ് അച്ഛാ. അവൾ അയാളുടെ കയ്യിൽ കിടന്ന് കരയുകയാണ്. ദുർഗയുടെ നിലവിളി പുറത്തേക്ക് കേട്ടതും കാശി ഓടി അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് കൃഷ്ണൻ അവളെ പിടിച്ച് പുറത്തേക്ക് ആഞ്ഞു തള്ളുന്നത്. അവൾ പിടികിട്ടാതെ നേരെ ചെന്ന് വീണത് കാശിയുടെ നെഞ്ചിലേക്കും. കൊണ്ടുപോ. ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മകൾ മരിച്ചുപോയി. ഇന്ന് അവളുടെ ശ്രാദ്ധമാണ്. അയാൾ അതും പറഞ്ഞ് വാതിൽ കൊട്ടിയടച്ചു. പൂജാരി തുടങ്ങിക്കോളൂ. പേര് വടക്കേടത്ത് കൃഷ്ണൻ നായർ, മകൾ ദുർഗ. അകത്ത് നിന്ന് അച്ഛൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാമായിരുന്നു. ഡോറിൽ മുട്ടി വിളിച്ചുകൊണ്ടിരുന്ന ദുർഗയുടെ കൈകൾ താഴ്ന്നുപോയി. അവൾ ഊർന്ന് നിലത്തേക്ക് ഇരുന്നു പോയി. കാശിയുടെ കണ്ണും മുഖവുമെല്ലാം ചുവന്നിരുന്നു. എന്ത് പറഞ്ഞ് തൻ്റെ പെണ്ണിനെ ഇവിടെ നിന്നും കൊണ്ടുപോകും? കാശിയാകെ ധർമ്മസങ്കടത്തിലായിപ്പോയി. അവൻ അവൾക്കരികിൽ മുട്ടുകുത്തിയിരുന്നു. വരൂ, വീട്ടിൽ പോകാം. ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാശി അവളെ താങ്ങിപ്പിടിച്ച് തൻ്റെ വണ്ടിയിലേക്ക് കയറ്റി. ദുർഗയുടെ കണ്ണുനീർ വറ്റി വരണ്ട പോലെ ഒരു പ്രതിമ കണക്കെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുകയാണ് അവൾ. കാശി അവളെ ഒന്ന് നോക്കി കാർ ഓടിച്ചു വിട്ടു. വീട്ടിലെത്തിയതും അവൻ അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. ബെഡിലായിരുത്തി ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് അവൾക്ക് നീട്ടി.
അവൾ നിറ കണ്ണുകളോടെ കാശിയെ ഒന്ന് നോക്കി. കാശി, എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട. അവൾ അവൻ്റെ വയറിലേക്ക് മുഖം പൂത്തി പൊട്ടിക്കരഞ്ഞുപോയി. കാശി കയ്യിലെ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അവനും എന്ത് പറഞ്ഞവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയുന്നില്ലായിരുന്നു. കാശി, നിന്റെ ഫോണ് താ. അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി. കണ്ണും മുഖവും ഇരു കൈകൊണ്ട് തുടച്ചു. കാശി പോക്കറ്റിലെ ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ചെറിയമ്മയുടെ നമ്പർ സെർച്ച് ചെയ്ത് അതിലേക്ക് കോൾ ചെയ്തു. പ്രതീക്ഷയോടെ ഇരുന്നു.